ഇന്നത്തെ ക്രിസ്ത്യാനികൾ എല്ലാവരും തന്നെ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ പറ്റുമോ? പാരമ്പര്യമായി ക്രിസ്ത്യാനി എന്ന പേരിൽ തലമുറകളായി മാറി വരുന്ന ഒരു മാത്രമാണ് ക്രിസ്ത്യാനി. യേശുവിൻ്റെ ഭാര്യയുടെ സുവിശേഷം, മഗ്ദലന മറിയത്തിൻ്റെ സുവിശേഷം. നമസ്കാരം. കാലചക്രത്തെ തന്നെ BC AD എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചുകൊണ്ട് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പിറവിയെടുത്ത യേശുദേവൻ്റെ ജീവിതകഥ നമ്മളെല്ലാവരും ബൈബിളിൽ നിന്ന് വായിച്ചു കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ബൈബിളിൽ ഒരിടത്തും തന്നെ പ്രതിപാദിക്കാത്ത യേശുദേവൻ്റെ പരസ്യ ജീവിതത്തിന് മുമ്പുള്ള അജ്ഞാത വർഷങ്ങളെപ്പറ്റി നിങ്ങൾക്കറിയാമോ? 12 വയസ്സായിരിക്കെ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് കാണാതായി പിന്നീട് കണ്ടുകിട്ടുന്ന യേശുദേവനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. പിന്നീട് യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് 30 വയസ്സിലാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ 12 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള നീണ്ട 18 വർഷങ്ങൾ അദ്ദേഹം എവിടെയായിരുന്നു, എന്തു ചെയ്യുകയായിരുന്നു? ദ അൺനൗൺ 18 years ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫ്രം ദ ഹിസ്റ്ററി. ദിസ് ഇസ് നിതിൻ. വെൽക്കം ടു ബൊഹീമിയൻ. ദ മിസ്റ്ററി റിമൈൻസ്. ക്രിസ്തു ആരായിരുന്നു? അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ആരാണ്? യേശു ഒരു സാധാരണ മനുഷ്യനായിരുന്നു. യേശു ഒരിക്കലും ഒരു മതത്തിൻ്റെയും വാക്താവായിരുന്നില്ല. ക്രിസ്തു ഒരിക്കലും മതം ഉണ്ടാക്കിയിട്ടില്ല. ക്രിസ്തുമതം പിന്നീടാണ് ഉണ്ടായത്. ഇന്നത്തെ ക്രിസ്ത്യാനികൾ എല്ലാവരും തന്നെ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ പറ്റുമോ? ക്രിസ്തുവിൻ്റെ ആദർശങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരെയാണ് ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ ക്രിസ്ത്യാനികളെല്ലാം തന്നെ അങ്ങനെയാണോ? ഒരിക്കലുമല്ല. പാരമ്പര്യമായി ക്രിസ്ത്യാനി എന്ന പേരിൽ തലമുറകളായി മാറി വരുന്ന ഒരു മാത്രമാണ് ക്രിസ്ത്യാനി. ഈ രാജ്യത്ത് 33 ദശലക്ഷം ദൈവങ്ങളുണ്ട്. 30 മുക്കോടി ദൈവങ്ങളെന്ന് കേട്ടിട്ടില്ലേ? കാരണം ദൈവങ്ങളെ സൃഷ്ടിക്കാനുള്ള സാങ്കേതിക വിദ്യ നമുക്കറിയാം. മനുഷ്യൻ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാവുന്നത് ചിന്തിക്കാനും യന്ത്രങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാനുമുള്ള അവൻ്റെ കഴിവാണ്. അങ്ങനെ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ പല തലങ്ങളിലായി അവന് വേണ്ടുന്ന രീതിയിൽ യന്ത്രങ്ങളെ ഉണ്ടാക്കി. ഈ യന്ത്രങ്ങളെ ഉപയോഗിക്കാൻ നമുക്കറിയാമെങ്കിൽ അവ നമുക്ക് വേണ്ടി പണിയെടുക്കും. അങ്ങനെ അത് ഉപയോഗിക്കേണ്ട രീതി പിന്നീട് ആരാധനാക്രമങ്ങളായി മാറി. ഈ യന്ത്രങ്ങളെ മനുഷ്യൻ ദേവൻ എന്ന് വിളിച്ചു. ദേവൻ എന്നാൽ ഔന്നത്യമുള്ള വ്യക്തി എന്നാണ് അർത്ഥം. ഔന്നത്യമുള്ള ഏതൊരു മനുഷ്യനെയും ഒരു കാലത്ത് ദേവനെന്ന് വിളിച്ചിരുന്നു. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറെ ഗോഡ് ഓഫ് ദ ക്രിക്കറ്റ് എന്ന് വിളിക്കുന്നത് ഇതുമായി ബന്ധപ്പെടുത്തിയാണ്. കാരണം അങ്ങ് മുകളിൽ ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ ആരും വിശ്വസിച്ചിരുന്നില്ല. അത് ഈ അടുത്ത കാലത്ത് പുറത്തുനിന്ന് വന്നു ചേർന്ന ഒരു വിശ്വാസമാണ്. നമ്മുടെ പുരാണങ്ങളെല്ലാം തന്നെ നമ്മളെ എന്നും പഠിപ്പിച്ചിട്ടുള്ളത് കർമ്മത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തന്നെ കർമ്മമാണ്. അതായത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തന്നെ സൃഷ്ടിയാണ്. ഇത് ആരും തന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇന്നും തീർത്തും ഉറപ്പ് പറയാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എന്നാൽ ദൈവപുത്രനെന്ന് നമ്മൾ വിശ്വസിക്കുന്ന യേശു ജനിച്ചതിനും ജീവിച്ചതിനും പൂർണ്ണമായ തെളിവുകൾ ചരിത്രത്തിൽ ഇന്ന് ലഭ്യമാണ്. യഹൂദനായിരുന്ന യേശുവിൻ്റെ പിൽക്കാല പ്രബോധനങ്ങൾ പലതും യഹൂദ മതചിന്തകൾക്ക് പൂർണ്ണമായും അന്യം നിൽക്കുന്നതായിരുന്നു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നതിന് പകരമായി നിന്റെ ഇടത് കരണത്തടിക്കുന്നവന് വലത് കരണവും കൂടി കാണിച്ചു കൊടുക്കുക എന്നാണ് യേശു നിർദ്ദേശിച്ചത്. തൻ്റെ ജനതയ്ക്ക് തീർത്തും അന്യമായിരുന്ന ഇത്തരത്തിലുള്ള ശാന്തോപദേശങ്ങൾ അന്നത്തെ ഭരണകർത്താക്കളായിരുന്ന റോമാക്കാരിൽ നിന്നോ അയൽദേശക്കാരായിരുന്ന പേർഷ്യക്കാരിൽ നിന്നോ അല്ല എന്ന് തീർത്തും വ്യക്തമാണ്. അപ്പോൾ ഏതോ അന്യദേശക്കാരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രബോധനങ്ങൾ യേശുവിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവുക എന്നാണ്
മിസ്സിംഗ് ഇയേഴ്സിനെ കുറിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ അൺനോൺ ഇയേഴ്സിനെ കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ചരിത്രകാരന്മാർ വാദിക്കുന്നത്. അപ്പോഴും ഈ അന്യദേശക്കാർ ആരാണെന്നുള്ളത് തീർത്തും ദുരൂഹമാണ്. ക്രിസ്തുമതം യൂറോപ്പിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വളരെ മുൻപ് തന്നെ യൂറോപ്പിലുള്ളവർക്ക് ബുദ്ധമതത്തെക്കുറിച്ചറിയാം. ഏഷ്യൻ രാജ്യങ്ങൾ വിപുലമായി സന്ദർശിച്ച് അവരെഴുതിയ യൂറോപ്യൻ ഡയറി കുറിപ്പുകളിൽ ക്രിസ്തുമതവും ബുദ്ധമതവും തമ്മിൽ കാര്യമായ സാമ്യമുണ്ടായിരുന്നു എന്ന് എടുത്തു കാട്ടിയിട്ടുണ്ട്. ക്രിസ്തുമതത്തിലെയും ബുദ്ധമതത്തിലെയും പഴയകാല ആരാധനാക്രമങ്ങളും വിശ്വാസാനുഷ്ഠാനങ്ങളും അങ്ങനെ പലതും ഏറെക്കുറെ ഒരുപോലെ ആയിരുന്നുവെന്ന് അവർ പറയുന്നു. അങ്ങനെയെങ്കിൽ യേശു തൻ്റെ അജ്ഞാത വർഷങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടാവുക പൗരസ്ത്യ നാടുകളിൽ, പ്രത്യേകിച്ചും ഇന്ത്യയിലായിരിക്കണമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പേർഷ്യൻ രാജ്യത്തിൻ്റെ പല അതിർത്തികളിലൂടെയും സഞ്ചരിച്ച് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ സ്ഥലങ്ങളിലും യേശു സഞ്ചരിച്ചിരുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. 1887 നിക്കോളായ് നോട്ടോവിച്ച് എന്ന റഷ്യൻ യാത്രികൻ ഏഷ്യ, പേർഷ്യ, അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിലെത്തി. ഇന്ത്യയിൽ റാവൽപിണ്ടി, ലാഹോർ, ലഡാക്ക്, കാശ്മീർ തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിച്ച് തിരിച്ചു പോകും വഴി അദ്ദേഹത്തിൻ്റെ കാലിന് ചെറിയൊരു പരിക്ക് പറ്റി. അന്ന് ലഡാക്കിലുള്ള ഹിമിസ് എന്ന ബുദ്ധമത ആശ്രമത്തിലാണ് അദ്ദേഹം അഭയം പ്രാപിച്ചത്. അവിടെ വെച്ച് യേശുവിൻ്റെ ഇന്ത്യ സന്ദർശനത്തെ പറ്റിയുള്ള വിവരങ്ങൾ ബുദ്ധമത ലിഖിതങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരു ലിംഗ്വിസ്റ്റിൻ്റെ സഹായത്തോടെ വായിച്ചു കേൾക്കാനിടയായി. നൊട്ടോവിച്ചിൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന ഷേർപ്പ എന്ന നേപ്പാളിയാണ് പാളി ലിപിയിൽ എഴുതിയിരുന്ന ബുദ്ധമത ലിഖിതങ്ങൾ വായിച്ചു മനസ്സിലാക്കാൻ അദ്ദേഹത്തെ സഹായിച്ചതെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം തിരിച്ചു വന്ന് 1890 ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ദ അൺനോൺ ലൈഫ് ഓഫ് ജീസസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ബുദ്ധമത ലിഖിതങ്ങളിൽ നിന്ന് അദ്ദേഹം വായിച്ചു കേട്ട കാര്യങ്ങളെല്ലാം തന്നെ അന്ന് ആ ബുക്കിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അത് പിന്നീട് വലിയ വിവാദങ്ങൾക്കിടയായി. നൊട്ടോവിച്ച് കൃതികളുടെ കടുത്ത വിമർശകനായിരുന്നു ഫ്രെഡറിക് മാക്സ് മുള്ളർ. നൊട്ടോവിച്ചിൻ്റെ ഈ യാത്രയെക്കുറിച്ച് ഒരുപാട് ആളുകൾ പിന്നീട് അന്വേഷണം നടത്തിയെങ്കിലും പലരുടെയും കണ്ടെത്തലുകൾ പലതായിരുന്നു, നിഗമനങ്ങൾ പലതായിരുന്നു. യേശുവിൻ്റെ ഇന്ത്യ സന്ദർശനത്തെ പറ്റിയുള്ള അടുത്തൊരു സിദ്ധാന്തം മിർസ ഗുലാം അഹമ്മദിൻ്റെതാണ്. അഹമ്മദിയ പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടറാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നത് യേശു കുരിശിൽ മരിച്ചിട്ടില്ല. ക്രൂശിതനായ യേശു പിന്നീട് സുഖം പ്രാപിച്ച് സ്വദേശത്തിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിൽ കാശ്മീരിലെത്തി 120 വയസ്സുവരെ കാശ്മീരിൽ ജീവിച്ചു എന്നാണ്. കാശ്മീരിൽ കന്യാറിലുള്ള യൂസ് അസഫിൻ്റെ ശവകുടീരം, അല്ലെങ്കിൽ റോസാബൽ എന്നറിയപ്പെടുന്ന ശവകുടീരം യേശുവിൻ്റേതാണെന്ന് അദ്ദേഹം മാസിഹ് ഹിന്ദുസ്ഥാൻ മെയിൻ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പ്രഖ്യാപിച്ചു. എന്നാൽ അജ്ഞാത വർഷങ്ങളെപ്പറ്റി അദ്ദേഹം ഒന്നും തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല. യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷമുള്ള ഇന്ത്യ സന്ദർശനത്തെ പറ്റിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 1908 ലെവി എച്ച് ഡൗളിംഗ് എന്ന മിസ്റ്റിക് ചിന്തകൻ ആൻ അക്വേറിയൻ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന പുസ്തകം എഴുതി. അതിലും അദ്ദേഹം പറയുന്നത് യേശു ഇന്ത്യ സന്ദർശനം നടത്തിയിരുന്നു എന്ന് തന്നെയാണ്. യേശുവിൻ്റെ ഇന്ത്യ സന്ദർശനത്തെപ്പറ്റി ഒരുപാടധികം പുസ്തകങ്ങളും സിനിമകളും പിൽക്കാലത്തുണ്ടായി. 1976 റിച്ചാർഡ് ബോക്ക് ലോസ്റ്റ് ഇയേഴ്സ് ഓഫ് ജീസസ് എന്ന സിനിമ പുറത്തിറക്കി. 2010 ഡ്രൂ ഹെറിയറ്റ് അക്വേറിയൻ ഗോസ്പൽ എന്ന സിനിമ പുറത്തിറക്കാൻ തീരുമാനിച്ചിരുന്നു. അന്ന് യേശു ഇന്ത്യയിൽ പരിചയപ്പെട്ടിരുന്ന വനിതാ സുഹൃത്തിൻ്റെ വേഷം പരിഗണിക്കപ്പെട്ടത് മല്ലിക ശരാവത്തനായിരുന്നു എന്ന വാർത്ത ഫേമസ് ആണ്. ഈ കണ്ടെത്തലുകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാവുന്നത് യേശു തൻ്റെ അജ്ഞാത വർഷങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടാവുക ഇന്ത്യയിലാണെന്ന് തന്നെയാണ്. AD 52 സെൻറ്റ് തോമസ് ഇന്ത്യ സന്ദർശനം നടത്തിയതെന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അതിനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യേശു ഇന്ത്യ സന്ദർശനം നടത്തിയിട്ടുണ്ടാവില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് പാപ്പിറസ് എന്ന ചെടിയുടെ തണ്ടുകളിൽ നിന്നുണ്ടാക്കിയ പേപ്പറിലാണ് ആദ്യമായി ബൈബിൾ എഴുതിയിരുന്നത്, അല്ലെങ്കിൽ ബൈബിൾ എഴുതപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. ബൈബിൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ രീതിയിലേക്ക് എത്തിയിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. അതിനിടയിൽ തന്നെ ഒരുപാടധികം പുസ്തകങ്ങൾ അതിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. ബർണബാസിൻ്റെ സുവിശേഷം, ഹെനോക്കിൻ്റെ പുസ്തകം, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ബൈബിളിൽ നിന്ന് നീക്കം ചെയ്തതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാനോനികമായി അംഗീകരിക്കപ്പെടാത്ത
ചില പുസ്തകങ്ങളുണ്ട് ബൈബിളിൽ. അവയെല്ലാം ബൈബിളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോക്രിഫൽ പുസ്തകങ്ങളെന്നാണ് അവ അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒരു അപ്പോക്രിഫൽ പുസ്തകമാണ് തോമസിൻ്റെ സുവിശേഷം. തോമസിൻ്റെ സുവിശേഷത്തിൽ സെൻറ് തോമസ് പറയുന്നത് പിന്നീട് മരണത്തിന് ശേഷം ഒരു കല്യാണ ചടങ്ങിൽ വെച്ച് യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ടു എന്നാണ്. അത് ബൈബിളിൽ ഇല്ല കേട്ടോ. ബൈബിളിൽ നിന്ന് അത് നീക്കം ചെയ്തു. അങ്ങനെ ബൈബിളിൽ നിന്ന് നീക്കം ചെയ്ത ഒരുപാട് പുസ്തകങ്ങൾ വേറെയുമുണ്ട്. ദ ഗോസ്പൽ ഓഫ് ജീസസ് വൈഫ്, യേശുവിൻ്റെ ഭാര്യയുടെ സുവിശേഷം, മഗ്ദലന മറിയത്തിൻ്റെ സുവിശേഷം. ഡാൻ ബ്രൗണിൻ്റെ പുസ്തകം നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അതിൽ പറയുന്നത് യേശു കല്യാണം കഴിച്ചിരുന്നു മഗ്ദലന മേരിയെ. അങ്ങനെ നമ്മുടെ ചിന്തകൾക്കതീതമായി പുരാണത്തിനോ അല്ലെങ്കിൽ ചരിത്രത്തിനോ കൃത്യമായി പറയാൻ കഴിയാത്ത ഒരുപാട് ചുരുളഴിയാത്ത രഹസ്യങ്ങൾ ഇന്നും ബൈബിളും ക്രിസ്ത്യാനിറ്റിയും ബന്ധപ്പെട്ട് നിലവിലുണ്ട്. അത്തരത്തിലുള്ള ഒന്ന് തന്നെയല്ലേ യേശുവിൻ്റെ അജ്ഞാത വർഷങ്ങൾ. ദിസ് ഈസ് ബൊഹിമിയൻ സൈനിങ് ഔട്ട്.